ഇന്നലത്തെ മുംബൈ വേഴ്സസ് ചെന്നൈ ടീമിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ആ മാച്ച് ഒരു ഗംഭീര മാച്ച് തന്നെയായിരുന്നു. മുംബൈ ജയിക്കുമെന്നാണ് പലരും പറഞ്ഞിരുന്നത്. കാരണം മുംബൈ പഴയ ഫോമിലേക്ക് തിരികെ എത്തി തുടങ്ങുകയാണ് എന്നൊരാഗ്രഹം എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു. തലതൊട്ടപ്പന്മാർ എന്ന നിലയിൽ തന്നെ IPL കിരീടം ചൂടിയ 5 തവണത്തെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും ഇന്നലെ ഏറ്റുമുട്ടിയപ്പോൾ സഞ്ജുവിൻ്റെ ഒരു ഷോ തന്നെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ 2-3 ദിവസങ്ങളായി തന്നെ ഏറ്റവും കൂടുതൽ വിമർശനത്തിനടിയിൽ വരുന്നൊരു പേരാണ് ഹാർദിക് പാണ്ഡ്യ എന്നത്. ഇപ്പോൾ മാത്രമല്ല 2 വർഷമായി മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസി സ്ഥാനം ഹാർദിക് ചോദിച്ചു വാങ്ങുകയും രോഹിത്തിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്ത നാൾ മുതൽ തന്നെ മുംബൈ ഇന്ത്യൻസ് എന്ന ടീം പിളർക്കുകയായിരുന്നു. അതിന്റെ ആരാധകർ പോലും രണ്ടായി, ടീം പോലും പിളർന്നു. ഒരു ഭാഗം രോഹിത്തിന് പിന്തുണ, ഒരു ഭാഗം ഹാർദിക്കിന് പിന്തുണ. ശരിക്കും പറഞ്ഞാൽ ഹാർദിക്കിന് വലിയ പിന്തുണയില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം സഞ്ജുവിനെ പോലും പ്രശംസിക്കാതെയാണ് ഹാർദിക് നടന്നു നീങ്ങിയത്. ഇത്രമാത്രം ആറ്റിറ്റ്യൂഡ് ഇടുന്നത് എന്തിനാണ്? ഇതൊന്നും മാത്ര നല്ല കാര്യമല്ല. എന്തിനാണ് അവനെ പോലും അഭിനന്ദിക്കാതെ നിങ്ങൾ പോയതെന്ന് ചോദിക്കുന്നു. സൂര്യകുമാർ യാദവ് പോലും ഓടി വന്ന് അദ്ദേഹത്തിനോട് പ്രതികരിച്ചത് വളരെ സന്തോഷത്തോടെയായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിലെ 19 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത് 6 വിക്കറ്റിന് 191 റൺസാണ്. 48 ബോളിൽ 85 റൺസോടെ സഞ്ജു സാംസണും 2 ബോളിൽ 2 റൺസുമായി അക്കീൽ ഹൊസൈനുമാണ് ക്രീസിലുണ്ടായിരുന്നത്. ടീമിന്റെ 200 റൺസും സഞ്ജുവിന്റെ സെഞ്ചുറിയും ആരാധകർ കാത്തിരുന്ന നിമിഷം. ക്രിഷ് ഭാഗത്തെറിഞ്ഞ 20 ഓവറിലെ ആദ്യത്തെ ബോൾ തന്നെ സിക്സറിലേക്ക് പറത്തിയ സഞ്ജു 91 റൺസിലെത്തി. പക്ഷേ അടുത്ത 2 ബോളിലും റണ്ണൊന്നുമില്ലാതെ അദ്ദേഹം മടങ്ങുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 4ാമത്തെ ബോളിൽ സിക്സറുമായി സഞ്ജു ടീം 200 കടത്തും. ഒപ്പം സ്വന്തം സ്കോർ 97 എത്തിച്ചു. 5ാമത്തേത് ഡോട്ട് ബോളും. ഇതോടെ T20 ലോകകപ്പിൽ വെച്ച് സെഞ്ചുറി മിസ്സായതുപോലെ സഞ്ജുവിന് മറ്റൊന്നുകൂടി നഷ്ടമാകുമോ എന്ന് സംശയിച്ചു. പക്ഷെ അതും അദ്ദേഹം നേടി. എന്നാൽ ഹാർദിക്കിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിനെ പ്രശംസിക്കുകയല്ല ഉണ്ടായത്. ചിരിച്ചു കളിച്ച് വന്നിട്ട് അവസാനം കൈകൊടുത്തുവെങ്കിലും അദ്ദേഹം പ്രശംസിച്ചതിന് യാതൊരു ആത്മാർത്ഥതയുമില്ല. ഇന്ത്യൻ താരങ്ങൾ ഇങ്ങനെയല്ല പരസ്പരം പ്രശംസിക്കാറുള്ളത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. കാരണം ഇന്ത്യൻ താരങ്ങൾ തന്നെ പരസ്പരം അവർ IPLലായാലും എവിടെയായാലും അവർ കളിക്കുന്നത് കണ്ടാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷമാക്കി മാറ്റാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കാറുമുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുമ്പോഴും എല്ലാവരും ഹാർദിക്കിന്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. സെഞ്ചുറിക്ക് ശേഷം അമിത ആഹ്ലാദ പ്രകടനമൊന്നുമില്ലാതെ സഞ്ജുവിൽ നിന്നും ഒന്നും കണ്ടില്ല. ഹെൽമറ്റുമായി ബാറ്റ് ഉയർത്തി ഒരു ചെറുപുഞ്ചിരിയോടെ അദ്ദേഹം കാണികളെ ഡ്രസ്സിംഗ് റൂമിനെയും അഭിവാദ്യം ചെയ്തു. തുടർന്ന് ക്രീസ് വിടാൻ ഒരുങ്ങവെയാണ് അടുത്ത സുഹൃത്തും ഇന്ത്യൻ T20 ക്യാപ്റ്റനുമായ സൂര്യകുമാർ യാദവ് സഞ്ജുവിന്റെ അടുത്തേക്ക് ഓടി വന്ന് അദ്ദേഹത്തിന്റെ തോളിൽ തട്ടി കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ച് ഒരുപാട് കാര്യം നേരം സംസാരിച്ചത്. ഇതിന് പിന്നാലെ മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യയും സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയും അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ അടുത്തേക്ക് വരുന്നത് നമുക്ക് വിഷ്വലിൽ കാണാൻ സാധിക്കുന്നു. വളരെ സന്തോഷവാനായി കാണപ്പെട്ട ഹാർദിക് സഞ്ജുവിന്റെ കയ്യിൽ ഹൈഫൈ അഭിനന്ദനം അറിയിച്ചു. ദേശീയ ടീമിൽ സഞ്ജുവിന്റെ സുഹൃത്തുക്കളിൽ ഒരാളായ ബുംറയാവട്ടെ കൈ കൊടുത്തതായിരുന്നു ഇന്നിംഗ്സിന് പ്രശംസിച്ചത്. ഒപ്പം ഒരുപാട് നേരം നിന്ന് സംസാരിക്കുകയും ചെയ്തു. മറ്റൊന്നും ചെയ്യാത്ത ഹാർദിക്കിന് ഇപ്പോൾ കടുത്ത വിമർശനം വരുന്നുണ്ട്. സഞ്ജുവിന്റെ മികവിൽ 208 റൺസിന്റെ വിജയലക്ഷ്യം മുംബൈക്ക് മുന്നിൽ ചെന്നൈ വെച്ചു. അദ്ദേഹത്തിന്റെ സെഞ്ചുറി മാറ്റി നിർത്തിയാൽ ചെന്നൈ നിരയിൽ മറ്റാരും 25 റൺസ് പോലും തികച്ചില്ല എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ് അത്ര വലിയ മികച്ചൊരു ഇന്നിംഗ്സ് തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകും. അതെപ്പോഴും ഒന്നൊന്നായി തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞേ മതിയാകൂ എന്നത് ഏറ്റവും നല്ല കാര്യമായി തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു.